നൂൽപ്പുഴ പുഴ കരകവിഞ്ഞു. പുത്തൂർ കോളനിയിലെ 5 കുടുംബങ്ങളെ സമീപത്തെ ക്ലബിലേക്ക് മാറ്റി. മുത്തങ്ങ രാമ്പള്ളിയിൽ വീടിന് മുകളിൽ മരം വീണു. വയനാട്ടിൽ നിന്ന് മഴക്കെടുതികളുടെ വാർത്തകൾ വരികയാണ്. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. പറയൂ സുർജിത്ത്. എസ് കെ, ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് മുത്തങ്ങയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ്. ഇത് മുത്തങ്ങ LP സ്കൂളിലേക്കുള്ള വഴിയാണ്. ആ വഴിയിലൂടെ പുഴ കര കവിഞ്ഞ് ഒഴുകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വയനാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാകുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട് എന്നുള്ളതാണ്. ഇത് കല്ലൂർ പുഴയാണ്. കല്ലൂർ പുഴ കര കവിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നൂൽപ്പുഴ കര കവിഞ്ഞിട്ടുണ്ട്. അതായത് നൂൽപ്പുഴ കര കവിയുന്നത് ഈ വയനാട് ജില്ലയുടെ തൊട്ടടുത്തുള്ള നീലഗിരിയിൽ മഴ പെയ്താൽ, മഴ ശക്തമായാലാണ് അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവുക. പലരും ഈ രാവിലെ അവശ്യ കാര്യങ്ങൾക്കെല്ലാം പോകുന്ന ആളുകൾ, ജോലിക്കെല്ലാം പോകുന്ന ആളുകൾ ഏതാണ്ട് അരപ്പൊക്കം വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ നിന്നും യാത്ര ചെയ്യുന്നത്. അതായത് തൊട്ടപ്പുറത്തുള്ള ആളുകൾക്ക് കിടക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ളത്. നീലഗിരിയിൽ മഴ പെയ്താൽ ഈ നൂൽപ്പുഴ കരകവിയും. അതുകൊണ്ട് തന്നെ പുത്തൂർ കോളനി പ്രദേശത്തു നിന്നുള്ള ആളുകളെല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലം ഏറെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ്. ആ ഭാഗത്ത് ഇങ്ങനെ ഈ മഴ കനത്ത മഴയെ തുടർന്ന് ഇങ്ങനെ കരകവിഞ്ഞ് വെള്ളം ഒഴുകുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നമുക്ക് ദൃശ്യത്തിൽ നമുക്ക് കാണാം ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ട് ഒരാൾ പോകുന്ന ആ കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവമാണ് ഇവിടെ വയനാട്ടിലുള്ളത്. വയനാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഒക്കെ തന്നെ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. മാത്രമല്ല ചിലയിടങ്ങളിൽ പുൽപ്പള്ളിയിലെല്ലാം തന്നെ കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. മരം കടപുഴകി വീണിട്ടുണ്ട്. ഇതേ തുടർന്ന് വർക്ക്ഷോപ്പ് നശിച്ചിട്ടുണ്ട്. വീടിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. പേരിയ തലപ്പുഴ പ്രദേശത്ത് സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇതാണ് ഈ വയനാട്ടിലെ ഇപ്പോഴത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്. മഴ ഇടയ്ക്കിടെ ശക്തമാണ്. പക്ഷേ ഈ മേഖല എന്ന് പറയുന്നത് വയനാട്ടിൽ ആദ്യം വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. മഴ കുറച്ച് ശക്തമായാൽ ആദ്യം തന്നെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് ഈ മേഖല എന്ന് പറയുന്നത്. എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഇവിടെ മാത്രമല്ല, മറ്റ് ചില പ്രദേശങ്ങളിലും, അതായത് ഇതിന് അപ്പുറത്തുള്ള ഒരു കോളനിയുണ്ട്, പുഴങ്കുനി എന്ന് പറയുന്ന കോളനിയുണ്ട്. ആ കോളനിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഒരാൾ ആ റോഡ് ക്രോസ് ചെയ്യുന്നതാണ്. ഇത് നേരെ പോകുന്നത് LP സ്കൂളിലേക്കുള്ള വഴിയാണ്. LP സ്കൂളിലേക്കുള്ള വഴിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നമുക്ക് കാഴ്ച ആയി കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു ഭാഗം വനമേഖലയാണ്. ഈ വനമേഖലയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ചേട്ടാ, ഇവിടെ എന്നും ഇങ്ങനെ തന്നെയാണോ? എല്ലാ വർഷവും ഇങ്ങനെ തന്നെ. എല്ലാ വർഷവും വെള്ളം. എന്താണ് സ്ഥിതി? എല്ലാ വർഷവും ഇങ്ങനെ തന്നെ? എല്ലാ വർഷവും ഇതിൽ വെള്ളം കയറും. പിന്നെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും ഭയങ്കര പാടാണ്. യാത്രക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ വലിയ താഴ്ച ഉണ്ടോ? എവിടെ? അവിടെ നല്ല നമ്മുടെ അരക്ക് വെള്ളം ഉണ്ടാവും. ഒരാൾ അരക്ക് വെള്ളം ഉണ്ടാവും. വെള്ളമുണ്ട്. മഴ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ടോ? എല്ലാ വർഷവും ഉണ്ട്. ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നില്ല. ഉൾപ്രദേശങ്ങളിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റാത്തവരെ മാറ്റി പാർപ്പിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വർഷവും ഉണ്ട്. എടുത്താൽ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. എൻ്റെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകണമെങ്കിൽ എന്തെങ്കിലും സുഖമല്ല വയ്യാണെങ്കിലും എടുത്ത് കിടത്തണം അങ്ങോട്ട്. എന്തായാലും ഈ അനുഭവമാണ് SKN ഇവിടെയുള്ളത്. വയനാടിൻ്റെ താഴ്ന്ന പല പ്രദേശങ്ങളിലും ഇതിന് സമാനമായ സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് ഈ പേരിയിൽ നിന്നും, അതായത് തലപ്പുഴ എന്നൊക്കെ പറയുന്നത് കണ്ണൂർ ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്. ആ തലപ്പുഴ ഭാഗത്തൊക്കെ സമാനമായ രീതിയിൽ തന്നെ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണെന്നുള്ള വിവരമുണ്ട്. കഴിഞ്ഞ ദിവസം തുടർച്ചയായുള്ള മഴ, ആ മഴയിൽ ഈ ഭാഗം തലപ്പുഴ ഭാഗത്ത്, തൊണ്ടർനാട് ഭാഗത്തെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള മഴ പെയ്തിട്ടുണ്ട്. വയനാട്ടിലെ മേപ്പാടി ഭാഗത്ത് ശക്തമായ രീതിയിലുള്ള മഴ പെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അനുഭവം. വയനാട്ടിലെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയുടെ നേർചിത്രം ഈ കാഴ്ച തന്നെയാണ് SKN. നമുക്കൊപ്പം ചേർന്ന് സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന്.